നമസ്കാരം. മൂത്രത്തിൽ വരുന്ന കളർ ചേഞ്ചസ് പലപ്പോഴും ആളുകളെ പരിഭ്രാന്തരാക്കാറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതെന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണമാണോ? അല്ലെങ്കിൽ ഇത് നോർമൽ ആയിട്ടുള്ള യൂറിൻ തന്നെയാണോ? അതോ ഞാൻ ഇത് മറ്റ് ടെസ്റ്റുകൾക്ക് വിധേയമാകേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൂത്രത്തിലെ നോർമൽ കളർ ഓഫ് യൂറിൻ എന്താണ്, അതുപോലെ തന്നെ കളർ ചേഞ്ചസ് എന്തൊക്കെ രോഗത്തിന്റെ ഭാഗമായിട്ട് വരാം, എല്ലാ കളർ ചേഞ്ചസും നമ്മൾ പേടിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നോർമൽ കളർ ഓഫ് യൂറിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ നോർമൽ കളർ ഓഫ് യൂറിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പെയിൽ യെല്ലോ കളർ എന്ന് നമുക്ക് വിളിക്കേണ്ടി വരും. അപ്പൊ പെയിൽ യെല്ലോ കളർ എന്ന് പറയുന്നത് ഒരു സ്ട്രോ കളർ എന്ന് നമുക്ക് അതിനെ പറയാം. ഓക്കെ, അപ്പൊ ഇത്തരം ഒരു യെല്ലോ ടിൻറ്റോട് കൂടിയിട്ടുള്ള ചെറിയൊരു യെല്ലോ ടിൻറ്റോട് കൂടിയിട്ടുള്ള കളറിനെയാണ് നമ്മൾ പെയിൽ യെല്ലോ എന്നുള്ള ഒരു വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് നോർമൽ കളർ ഓഫ് യൂറിൻ. ഇനി നമുക്ക് ചേഞ്ചസ് വരികയാണെങ്കിൽ, ഇപ്പൊ കളർ ചേഞ്ചസ് വരികയാണെങ്കിൽ ഏകദേശം ഒരു ദിവസമോ 2 ദിവസമോ നമുക്ക് അങ്ങനെ ചേഞ്ച് വന്നു, പക്ഷേ പിറ്റത്തെ ദിവസമൊന്നും അങ്ങനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയ്ക്ക് അങ്ങ് പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല. ഇത് തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി ഞാൻ കളർ ചേഞ്ചസിൽ വരുന്ന ചില അസുഖങ്ങളെ കുറിച്ച് പറയാം. അപ്പോ ഇത് ഡാർക്ക് യെല്ലോ കളറിലാണ് നമ്മുടെ മൂത്രം കാണുന്നത് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. അതായത് നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കാത്തതിന്റെ കാരണമായിട്ട് നമുക്ക് ഡാർക്ക് യെല്ലോ കളറ് നമ്മുടെ മൂത്രത്തിൽ കാണാം. ഓക്കെ, അപ്പൊ അത് ഇതിന്റെ ഒരു വലിയൊരു ഇൻഡിക്കേഷൻ ആണ്. പിന്നെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃത്യമായിട്ട് വെള്ളം കുടിക്കുക എന്ന് നോക്കുക, വെള്ളം കുടിച്ചു നോക്കുക, എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു കളറിൽ ഡിഫറൻസ് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താണ്? മൂത്രത്തില് റെഡ് കളർ കാണിക്കാം. അപ്പൊ മൂത്രത്തിൽ പൊതുവെ റെഡ് കളർ കാണിക്കുമ്പോൾ പലപ്പോഴും ബ്ലീഡിംഗ് ആയിട്ട് നമ്മളത് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഹെമറ്റോ യൂറിയ എന്ന് വിളിക്കും. അതായത് ഹെമറ്റോ യൂറിയ എന്ന് പറയുമ്പോൾ അതില് ബ്ലഡ് കാണുന്നത് കൊണ്ടാണ് ആ രീതിയിൽ അതിനെ വിളിക്കുന്നത്. അപ്പൊ ഇത് ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് വരാം? സ്റ്റോണിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോൺസ് ഉണ്ടെങ്കിൽ കിഡ്നിയിൽ ആ സ്റ്റോൺസ് വന്ന് പൊട്ടിയിട്ട് അവിടുന്ന് ബ്ലീഡിംഗ് ആയിട്ട് നമുക്കത് മൂത്രത്തിൽ കൂടെ വരുന്നതായിട്ട് കാണാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് വരാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, UTI പോലത്തെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസ്, അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ആ ഭാഗത്ത് ബ്ലാഡറിലോ അതുപോലെ തന്നെ പലതരത്തിൽ കിഡ്നിയിലൊക്കെ നമുക്ക് അങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ബ്ലീഡിങ് വരാം. അതുപോലെ മുഴകള്, സിസ്റ്റ്, ഇതിന്റെയൊക്കെ പ്രസൻസ് കൊണ്ടും നമുക്ക് പലപ്പോഴും ഇങ്ങനെ ബ്ലീഡിങ് വരാറുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാനുള്ളത് കാർസിനോമ, അതായത് ക്യാൻസറിന്റെ ലക്ഷണമായിട്ട് നമുക്ക് പലപ്പോഴും ഈ ഒരു ലക്ഷണം പലപ്പോഴും കാണിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂറിനില് ബ്ലഡ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കണം. അതെന്തുകൊണ്ട് വരുന്നു, അത് എല്ലാ ദിവസവും എല്ലാ യൂറിനേഷനിലും ഇത് കാണുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് പല യൂസ് ചെയ്യുന്ന ലാക്സേറ്റീവ്സ്. അതായത് ഇപ്പൊ റെഡ് കളറൊക്കെ ഉള്ളതാണെങ്കിൽ അത്തരം ലാക്സേറ്റ് ചില മെഡിസിൻസിന്റെ ഉപയോഗം കൊണ്ട് ഒരുപാട് നാളത്തെ ഉപയോഗത്തിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് ഇത്തരത്തില് ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് റെഡ് കളർ വരുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു കളർ എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ കളറാണ്. ഡാർക്ക് ബ്രൗൺ കളർ വരുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഡാർക്ക് യെല്ലോ കളർ വരുന്നത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നതിന്റെ കൂടിയാണ്. അപ്പൊ ഡാർക്ക് ബ്രൗൺ ആവുമ്പോൾ അത് ഡീഹൈഡ്രേഷൻ ഒന്നും കൂടി വർദ്ധിച്ചു, അത് നമ്മളെ കിഡ്നിയെ ബാധിക്കാനായിട്ട് തുടങ്ങി എന്നതിന്റെ ഒരു സൂചനയാണ് ഡാർക്ക് ബ്രൗൺ ആവുന്നത്. ഓക്കെ, അപ്പൊ അത് ലിവർ ഡിസീസിലും അതുപോലെ കാണാം. ലിവർ ഡിസീസില് ഇപ്പോ നമുക്ക് വയലിന്റെ പ്രസൻസ് ഒക്കെ നമ്മുടെ മൂത്രത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ മഞ്ഞപ്പിത്തം ഉള്ള ആളുകളിലെ ഡാർക്ക് ബ്രൗൺ ഇതായിട്ട് കാണാം. കിഡ്നി ഡിസീസിൽ അങ്ങനെ കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ്സിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ യൂറിനിലെ ഒരു ചെറിയ ബ്രൗണിഷ് നിറം, ഡാർക്ക് ബ്രൗണിഷ് കളറൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരിലും അങ്ങനെ ആവണമെന്നല്ല പറഞ്ഞത്, പൊതുവെ അങ്ങനെ കാണാറുണ്ട്. പിന്നെ ചില വാദ സംബന്ധമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ, ആർത്രൈറ്റിസിന്റെ ഒക്കെ ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാരിൽ ഇതുപോലെ ഡാർക്ക് ബ്രൗൺ കളർ കാണപ്പെടാറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനി യൂറിനിൽ പിങ്ക് കളർ കാണുന്നവരുണ്ട് അല്ലെ? പിങ്ക് കളർ കാണുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ പിങ്ക് കളർ കാണുന്നത് നമ്മൾക്കറിയാം, ബീട്രൂട്ട് നമ്മൾ സാധാരണ ഫുഡിൽ കഴിക്കുന്ന ഒരു സംഭവമാണ് ബീട്രൂട്ട്. തോരൻ വെച്ചിട്ട് അതുപോലെ ജ്യൂസ് കുടിക്കുന്നവരുണ്ട് ബീട്രൂട്ടിന്റെ. അങ്ങനെയൊക്കെ കുടിക്കുന്ന ആൾക്കാരിൽ ഇത്തരം പിങ്ക് കളറിൽ യൂറിൻ പോകാറുണ്ട്. അതുപോലെ തന്നെ ബെറീസുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ വരാറുണ്ട്. യൂറിനറി സ്റ്റോണുകളുള്ള ആൾക്കാരിൽ സംഭവിക്കാറുണ്ട്. പിന്നെ അതുപോലെ മുറിവ് പറ്റിയാൽ യൂറിനറി സ്റ്റോൺസ് വെച്ചിട്ട് തന്നെ ആ സ്റ്റോൺസ് അവിടെ ഇരുന്നിട്ട് അവിടെ ചെറുതായിട്ട് മുറിവുണ്ടാക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് യൂറിനിൽ ഇതേപോലെ ബ്ലീഡിങ് കാണാറുണ്ട്. ചെറിയ തര, അതായത് പിങ്ക് കളറിലുള്ള ബ്ലീഡിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഓക്കെ, ഇനി അതുപോലെ ബ്ലൂ ഓർ ഗ്രീൻ കളർ, ഇത് വളരെ റയർ ആണ് യൂറിനിൽ. ഇതുപോലെ നീല കളർ, പച്ച കളറൊക്കെ കാണുന്നത് വളരെ റയർ തന്നെയാണ്. ഇത് വരുന്നതിന്റെ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ചില ഫുഡിൽ ഉപയോഗിക്കുന്ന ചില കളർ ഏജന്റ്സിന്റെ കാരണം കൊണ്ടാണ്. അപ്പൊ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെത്തലീൻ, ബ്ലൂ ഡൈ ഒക്കെ നമ്മൾ പലപ്പോഴും ഫുഡിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഫുഡുകളിലൊക്കെ അങ്ങനത്തെ ഉപയോഗിക്കാറുണ്ട്. ചില ചോക്ലേറ്റ്, കേക്കുകൾ, പേസ്ട്രി ഐറ്റംസിലൊക്കെ ഇങ്ങനത്തെ ഉപയോഗിക്കാറുണ്ട്, കാൻഡീസ്. അതെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കളർ നമ്മുടെ യൂറിനിൽ വരുന്നതായിട്ട് കാണാം. പിന്നെ ചില ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടൊക്കെ വരാം, പക്ഷെ വളരെ റയർ ആണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഫ്ലൂറസന്റ് ഗ്രീൻ കളർ, കണ്ടിട്ടുണ്ടാവും. ചില ആന്റിബയോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ശതാവരി ഒക്കെ ഉപയോഗിക്കും. ശതാവരി പോലത്തെ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ഫ്ലൂറസന്റ് ഗ്രീൻ കളർ, വളരെ റയർ ആണ് ഈ കേസ്, യെല്ലോ കളർ, ഫ്ലൂറസന്റ് യെല്ലോ, ഇതൊക്കെയായിട്ട് നമുക്ക് കളറിൽ കിട്ടാറുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാനുള്ളത്, കോഫി കളർ നമ്മുടെ യൂറിനിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻഡിക്കേഷൻ ആണ്, ഒരു കിഡ്നി ഫെയിലിയറിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് കോഫി കളറുള്ള യൂറിൻ കാണുകയാണെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ ബ്രൈറ്റ് യെല്ലോ കളർ, ഭയങ്കരമായിട്ട് ബ്രൈറ്റ് യെല്ലോ കളർ ആണെങ്കിൽ അത് ബീഫിന്റെ ഒക്കെ നമ്മൾ ലിവർ കഴിക്കും. ചിലതിന്റെ ലിവർ, മാംസങ്ങളുടെ, പ്രത്യേകിച്ച് റെഡ് മീറ്റിന്റെ ഒക്കെ മാംസത്തിന്റെ ആ ഒരു ലിവർ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി വളരെ ക്ലിയർ ആയിട്ടുള്ള യൂറിൻ ആണെന്ന് വിചാരിക്കും. ക്ലിയർ എന്ന് വെച്ചാൽ ശരിക്കും വെള്ളം പോലത്തെ യൂറിൻ ആണ് നമുക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് നല്ല യൂറിൻ ആണോ അല്ലെങ്കിൽ ഹെൽത്തി യൂറിൻ ആണോ? ഒരിക്കലും അല്ല. അതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒട്ടും ഇലക്ട്രോലൈറ്റ്സ് അതെല്ലാം നഷ്ടപ്പെട്ട് ബാക്കിയുള്ളത് വരുന്ന ആ ഒരു രീതിയായിട്ടാണ് നമ്മളത് കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് മാൽ ന്യൂട്രീഷൻ, നറീഷ്മെന്റ് കുറവ്, ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി യൂറിൻ അല്ല. അപ്പൊ ക്ലിയർ ആയിട്ട് യൂറിൻ വരുന്നവര് തീർച്ചയായിട്ടും ഇലക്ട്രോലൈറ്റ്സ് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് ചില മാറ്റങ്ങൾ ലൈഫ് സ്റ്റൈൽ വരുത്തേണ്ടതും ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശം എടുക്കേണ്ടതും വളരെ നിർബന്ധമായിട്ട് വേണം. പിന്നെ വരുന്നതാണ്, നമുക്കറിയാം മൂത്രത്തില് പത വരിക, അത് കണ്ടിട്ടുണ്ടാവും, ഫോമി യൂറിൻ. ഇപ്പൊ ഫോമി യൂറിൻ എന്തുകൊണ്ടാണ്? പലപ്പോഴും പ്രമേഹമുള്ള ആൾക്കാരില് ഫോമി യൂറിൻ കാണാറുണ്ട്. അതുപോലെ തന്നെ അത് എന്തിന്റെ പ്രസൻസ് ആണ്? പ്രോട്ടീന്റെ പ്രസൻസ് ആണ്. പ്രോട്ടീൻ യൂറിയ എന്ന് നമുക്ക് പറയാം. അതിന്റെ ഒരു പ്രസൻസ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫോമി യൂറിൻ നമുക്ക് കാണുന്നത്. ഇത് ഹൈപ്പർ ടെൻഷനിലും കാണാം, അതുപോലെ തന്നെ പ്രമേഹമുള്ളവരിലും ഇത് നമുക്ക് കാണാറുണ്ട്. പിന്നെ വരുന്നതാണ് ക്ലൗഡി യൂറിൻ. ക്ലൗഡി യൂറിൻ എന്ന് വെച്ചാൽ എന്താണ്? അത് സാധാരണ കൂടുതലും കാണുന്നത് പ്രഗ്നൻസിയിലാണ്. അപ്പൊ പ്രഗ്നൻസി വുമണില് പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആ സമയത്താണ് നമുക്ക് എന്ത് കാണുന്നത്? ഈ പറയുന്ന ക്ലൗഡി യൂറിൻ കാണുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് കാണപ്പെടുന്ന ചില കളർ ചേഞ്ചസ്. ഈ കളർ ചേഞ്ചസ് 1-2 ദിവസം വന്നു കഴിഞ്ഞാൽ പരിഭ്രാന്തരാവേണ്ടതില്ല. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതിന്റെ ടെസ്റ്റുകളും അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കുകയും അത്യാവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശം എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.